ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ശക്തി എന്ന് പറയുന്ന ഒരു സർക്കാർ ജീവനക്കാരനുണ്ടായിരുന്നു. നല്ല ജോലി, നല്ല ശമ്പളം, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആളുടെ കുടുംബം അയാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആളുടെ ഭാര്യയും 2 മക്കളും ഒക്കെ ഉള്ള നല്ലൊരു സന്തുഷ്ട കുടുംബമായിരുന്നു ആളുടേത്. ആളുടെ വീട്ടിൽ ആളുടെ വൈഫും മക്കളും കൂടാതെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. അത് ആളുടെ സിസ്റ്റർ ആയിരുന്നു. ഹിരണി എന്നായിരുന്നു പേര്. 24 വയസ്സായിരുന്നു പ്രായം. ആ കുട്ടി സ്കൂളിങ്ങും അതുപോലെ തന്നെ കോളേജും കാര്യങ്ങളെല്ലാം തന്നെ കാൺപൂരായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ പാരൻസ് മരിച്ചുവാണ്. അപ്പോൾ അതിനുശേഷം ശക്തിയായിരുന്നു തൻ്റെ പെങ്ങളെ നോക്കി വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെങ്ങൾക്ക് അച്ഛനും അമ്മയും എല്ലാം തന്നെ തൻ്റെ സ്വന്തം ബ്രദറായിരുന്നു. അപ്പോൾ ഈ ബ്രദറിൻ്റെ വൈഫുമായിട്ടും നല്ല അടുപ്പത്തിലായിരുന്നു. അതായത് ഒരു അമ്മയുടെ സ്ഥാനത്തായിരുന്നു കണ്ടിരുന്നതെന്ന് പറയാനായിട്ട് സാധിക്കാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹാപ്പി ആയിട്ട് പോകുന്നൊരു ഫാമിലി ആയിരുന്നു അവരുടേത്. ശക്തിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പെങ്ങളുടെ വിവാഹം. അപ്പോൾ ആൾ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു, അവൾക്ക് വേറെ എന്തെങ്കിലും ഒരു റിലേഷനോ കാര്യങ്ങളോ ആരെങ്കിലും അടുത്തും എന്തെങ്കിലും ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിവാഹം നമുക്ക് നടത്തി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വരനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. ആ ഒരു സമയത്ത് ശക്തി ചെന്നിങ്ങേറ്റ് തൻ്റെ പെങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ആരെങ്കിലായിട്ടും ഇഷ്ടമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെ പ്രണയവും കാര്യങ്ങളൊന്നുമില്ല. ചേട്ടൻ പറയുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ കല്യാണം കഴിച്ചോളാം എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അങ്ങനെ ശക്തി നല്ല രീതിയിൽ ചെറുക്കനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തും അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്തും പിന്നെ ബ്രോക്കർമാരുടെ അടുത്തൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഫോട്ടോ, ജാതകം തുടങ്ങിയിട്ടുള്ളതൊക്കെ കൊടുത്തേൽപ്പിച്ചു. അപ്പോൾ അവർക്കും ഇങ്ങനെ ഒരുപാടധികം പ്രൊഫൈൽസ് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുറേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ 6-7 മാസത്തെ സമയത്തിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പ്രൊഫൈല് ലഭിക്കുകയാണ്. അഭിഷേക് എന്നായിരുന്നു പയ്യൻ്റെ പേര്. 26 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ തൻ്റെ പെങ്ങളെക്കാട്ടിലും 2 വയസ്സ് മാത്രമേ കൂടുതലുള്ളൂ. അപ്പോൾ ഇവർ നല്ല രീതിയിൽ സിങ്കായിട്ട് പൊക്കോളും. പിന്നെ പോരാത്തതിന് അവരുടെ ഫാമിലി തൊട്ടടുത്ത സിറ്റിയിലാണ്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് ഓടി ചെല്ലാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഒരു ശക്തി ചിന്തിക്കുകയാണ്. പിന്നീട് അവരുടെ ഫാമിലിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. അപ്പോൾ നോക്കുമ്പോൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു വിവാഹം നല്ലതായിരിക്കുമെന്ന് ശക്തി ചിന്തിക്കുകയാണ്. അതിനുശേഷം ഈ പയ്യൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ തൻ്റെ പെങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ പെങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. അവസാനം ഇതങ്ങ് ഉറപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫാമിലി, നല്ല പയ്യൻ, എഞ്ചിനീയറാണ്, നല്ല ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ വീട്ടുകാർക്കും പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണ്. അവസാനം ഈ ഒരു കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിവാഹത്തിന് ശേഷം ഒരുപാടധികം പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് ആ ഒരു വിവാഹം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. അപ്പോൾ ഇവരുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. അപ്പോൾ 2 ഫാമിലിയും ഒരുമിച്ച് കൂടി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സ്ത്രീധനത്തിനെ കുറിച്ചുള്ള ചർച്ച വന്നു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു തൻ്റെ പെങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് അവരുടെ ഫാമിലിക്കും ഓക്കെ ആയിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഫെബ്രുവരി 3, 2024 കല്യാണം നടത്താമെന്ന് തീരുമാനിക്കുകയാണ്. അന്നേ ദിവസം വളരെ ഗ്രാൻഡായിട്ട് തന്നെ ആ ഒരു കല്യാണം നടത്തുകയും ചെയ്തു. ശക്തിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, തൻ്റെ പെങ്ങളുടെ കല്യാണം താൻ തന്നെ നല്ല ഗ്രാൻഡായിട്ട് നടത്തണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു നിർബന്ധം കൊണ്ട് തന്നെ അത്ര അടിപൊളിയായിട്ടായിരുന്നു ആ ഒരു കല്യാണം നടത്തിയതായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ചെറുക്കൻ്റെ ആ ഒരു വീട്ടിലോട്ട് പോകുന്ന ഒരു സമയത്ത് ഹിരണിക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത്രയും കാലം ചേട്ടൻ്റെ കൂടെ ജീവിച്ചു, ആ ഒരു സ്നേഹമൊക്കെ കിട്ടി, ഇനി ഞാൻ പുതിയൊരു വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാടധികം ആശങ്കകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയൊരു ജീവിതം തുടങ്ങുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട് വിട്ടു പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല, കരയാനായിട്ട് തുടങ്ങി. സാധാരണഗതിയിൽ കല്യാണ വീടുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് ഏറെക്കുറെ അങ്ങനെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രദറിനും ഈ പെങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആളിങ്ങനെ കരയാണ്. അതിനുശേഷം ഇവരങ്ങോട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കല്യാണ വീട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു, ചെറുക്കൻ്റെ വീട്. അപ്പോൾ അവിടെയും ഒരുപാടധികം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ ചടങ്ങുകളെല്ലാം തന്നെ നടത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹിരണി വിളിച്ച് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചേട്ടനും ഹാപ്പിയായി. തൻ്റെ പെങ്ങളെ അവർ നല്ല രീതിയിൽ വരവേറ്റല്ലോ, ഇനിയിപ്പോൾ അവൾക്ക് അവിടെ നല്ലൊരു ജീവിതമായിരിക്കും എന്നുള്ളതായിരുന്നു ആൾ ചിന്തിച്ചത്. എന്നാൽ ഫെബ്രുവരി 3 ഈ ചടങ്ങ് കഴിഞ്ഞ് ഫെബ്രുവരി 4 ഇവരുടെ ശാന്തി മുഹൂർത്തമായിരുന്നു. അന്നത്തെ ദിവസം ആ ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. ആ ഒരു രാത്രി തൻ്റെ ജീവിതം തന്നെ മാറി മറിയുമെന്ന് ആ പെൺകുട്ടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഫസ്റ്റ് നൈറ്റിൻ്റെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ എല്ലാ വിവാഹം കഴിഞ്ഞ കപ്പിൾസും ഓർത്തിരിക്കുന്ന ഒരു ദിവസമാണ്.
ഒരുപാടധികം ആളുകളുടെ ഇടയിൽ അതൊരു നല്ല മെമ്മറി ആയിരിക്കുമെന്നുണ്ടെങ്കിലും വളരെ ചുരുക്കം ആളുകൾക്കെങ്കിലും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് പേടിയോടെ അല്ലാതെ അവരുടെ ഫസ്റ്റ് നൈറ്റ് ഓർക്കാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരാരും മേ ബി ഈ ഒരു ഹിരണി അനുഭവിച്ചത്ര ക്രൂരത അനുഭവിച്ചിട്ടുണ്ടാകില്ല. ഫെബ്രുവരി 4 ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തൻ്റെ പെങ്ങളെ ഹാപ്പി ആയിരിക്കുന്നായിരുന്നു ആൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഫെബ്രുവരി 7 അഭിഷേകിൻ്റെ ഒരു കോള് ഈ ഒരു ശക്തിക്ക് വരുന്നത്. ആള് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അഭിഷേക് അപ്പുറത്ത് നിന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അസുഖമുള്ളൊരു പെൺകുട്ടിയെ എനിക്ക് തലയിൽ കെട്ടിവെക്കാമെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ പെങ്ങൾക്ക് എന്തൊക്കെയോ അസുഖമുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വേണം ചികിത്സിക്കാനായിട്ട്, എന്നെ പറ്റിക്കായിരുന്നു, നിങ്ങളുടെ പെങ്ങളിവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ചികിത്സിക്കാനുള്ള പൈസ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ശക്തി ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ പെങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് പോകുന്ന സമയത്ത്. അതായത് ഫിസിക്കലി ഫുൾ ഓക്കെ ആയിരുന്നു. അതായത് ഹോസ്പിറ്റലിലോട്ട് തന്നെ എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിന് വേണ്ടി ഇതുവരെ പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വലിയൊരു മാറാരോഗം, അതുപോലെ തന്നെ ഇത്ര ലക്ഷങ്ങൾ ചികിത്സിക്കാൻ വേണ്ടത് എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആളാകെപ്പാടെ കൺഫ്യൂസ്ഡായി. അവിടെ നിന്ന് ആൾ നേരെ ഈ ഒരു പയ്യൻ്റെ വീട്ടിലോട്ട് ഓടുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ആള് തൻ്റെ എന്താ പറയുക പെങ്ങളെ കെട്ടിച്ച് ആ ഒരു വീട്ടിലോട്ട് ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു വീട്ടിൽ ആകെപ്പാടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിരണിയായിരുന്നു. ഈ പോകുന്ന വഴിയൊക്കെ ആൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി തൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള പ്രശ്നമുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീധനം കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഡ്രാമ കളിക്കുന്നതാണോ എന്നുള്ള ചിന്തകളിലൂടെയൊക്കെ ആയിരുന്നു ആൾ അങ്ങോട്ട് എത്തിയത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ തൻ്റെ പെങ്ങളെ മാത്രം കണ്ടപ്പോൾ ആളൊന്ന് പേടിച്ചു പോയി. പെങ്ങളവിടെ വേദനയിൽ പൊളഞ്ഞു കിടക്കുകയായിരുന്നു. ചേട്ടാ എന്നെ വേഗം ആശുപത്രിക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ പെൺകുട്ടി സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു ബ്രദർ ചെന്ന് നോക്കുന്ന ആ ഒരു സമയത്ത് ആ പെൺകുട്ടിയുടെ പാവാട മുഴുവൻ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആൾ കണ്ടത്. അപ്പോൾ തന്നെ പ്രൈവറ്റ് പാർട്ടിൽ സാരമായിട്ടുള്ള എന്തോ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളൊരു കാര്യം ആൾക്ക് മനസ്സിലായി. വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ പെങ്ങളെ അവിടെ നിന്ന് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലോട്ട് ആൾ കൊണ്ടുപോവുകയും ചെയ്തു. ഗൈനോക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പെൺകുട്ടിയുടെ വജൈനൽ ഏരിയയിൽ ഒരുപാടധികം ഡാമേജ് ഉണ്ട്. അതായത് വളരെ ക്രൂരമായിട്ട് ആരോ റേപ്പ് ചെയ്തത് പോലുള്ള ഡാമേജസ് ആണുള്ളത്. അതായത് ഒരു 4-5 പേര് ഗ്യാങ് റേപ്പ് ചെയ്താൽ എത്തരത്തിലുള്ള ഡാമേജ് ആണോ ഉണ്ടാവുക, എത്തരത്തിലുള്ള മുറിവുകളാണോ ഉണ്ടാവുക, അത്തരത്തിലുള്ള മുറിവുകളായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നത്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ്. ആ ഒരു ഇൻഫെക്ഷൻ പടരുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. ഇത് കേട്ട ചേട്ടൻ ആകെപ്പാടെ തരിച്ചു പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നല്ലൊരു ഫാമിലിയിലോട്ട് തൻ്റെ പെങ്ങളെ വിവാഹം കഴിപ്പിച്ച് വിട്ടത്. അതിനുശേഷം ഇതേപോലെ ക്രൂരമായിട്ടുള്ള റേപ്പ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടറുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്രയും ക്രൂരമായിട്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറിയതെന്ന്. അങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ബ്രദർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. അതിനുശേഷം അഭിഷേക് എന്ന് പറയുന്ന തൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ഇതേപോലെ തന്നെ ക്രൂരമായിട്ട് പെങ്ങളെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ പോലീസുകാർക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാൾ സ്വന്തം ഭാര്യനെ റേപ്പ് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ ചോദിച്ചപ്പോൾ ഈ ബ്രദർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി. ഇതേപോലെ തന്നെ ചികിത്സയിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ് ഉണ്ടായത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഒരു അനക്കവും ഈ ഒരു കേസിലുണ്ടായില്ല. അപ്പോൾ ശക്തി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ആ ഒരു അഭിഷേകിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തും നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ഈ ഒരു ശക്തി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോഴാണ് ആൾക്ക് കുറച്ച് സത്യങ്ങൾ മനസ്സിലായത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു വിവാഹം ഉണ്ടായിരുന്നു. ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഇവരുടെ ഫുൾ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിഷേകും ഹിരണിയും കംപ്ലീറ്റ് ഫാമിലിയും ആ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിങ്ങേറ്റ് കണ്ട ആളുകൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഹിരണി എന്തൊക്കെയോ വേദന കടിച്ചമർത്തി നിൽക്കുന്നത് പോലെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീരും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ചടങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആ പെൺകുട്ടി തലകറങ്ങി വീഴുകയായിരുന്നു. അപ്പോഴത്തേനും ആളുകളൊക്കെ ഓടിക്കൂടി നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ പാവാടയിൽ കംപ്ലീറ്റ് ബ്ലഡ് പോയിരിക്കുന്നത് കാണുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ വളരെ അടുത്ത റിലേറ്റീവ്സ് ഇതേപോലെ തന്നെ ഈ അഭിഷേകിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അഭിഷേക് പറഞ്ഞ ഉത്തരം കേട്ട് എല്ലാവരും ആകെപ്പാടെ ഷോക്കായി പോവുകയാണ് ഉണ്ടായത്. അതായത് ഇവരുടെ 2 പേരുടെയും ശാന്തി മുഹൂർത്തം അത്ര വൃത്തിക്കായിരുന്നില്ല നടന്നത്. ഈ അഭിഷേക് 2-3 വയാഗ്രൊക്കെ കഴിച്ചിട്ടായിരുന്നു ശാന്തി മുഹൂർത്തത്തിന്, അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ ആ ഒരു മുറിയിലോട്ട് ചെന്നത്.
അതിനുശേഷം ഒരു മൃഗത്തെ പോലെയായിരുന്നു അയാൾ സ്വന്തം ഭാര്യയുടെ അടുത്ത് പെരുമാറിയത്. വളരെ ക്രൂരമായിട്ട് അവിടെ വെച്ച് അയാൾ ആ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-5 പേര് ഗ്യാങ് റേപ്പ് ചെയ്തതുപോലുള്ള എന്താ പറയുക, അത്രത്തോളം ഡാമേജാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ക്രൂരത അയാൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിലും അപ്പുറത്താണ്. അപ്പോൾ ഇതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിനുശേഷം ഈ ഒരു 7-ാം തീയതി ചേട്ടൻ വന്നിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞു, ഫെബ്രുവരി 10-ാം തീയതി ഇൻഫെക്ഷൻ എല്ലാം തന്നെ പടർന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സിന് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു. ഈ അഭിഷേകിനോട് എന്തുകൊണ്ടാണ് വയാഗ്ര കഴിച്ചത്, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇൻ്റർനെറ്റിൽ കണ്ടു. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് തന്നെ തൻ്റെ ആണത്തം കാണിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് അത് വലിയ ഇതാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാടധികം തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ആ ഒരു പയ്യന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അക്രമം കാണിച്ചത് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആൾ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പതിയെ ഒരു ന്യൂസ് മീഡിയയിലോട്ടൊക്കെ വരികയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു ക്രൂരന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ പോലീസിൻ്റെ അടുത്ത് കുറച്ച് രീതിയിൽ പ്രഷറും കാര്യങ്ങളൊക്കെ വരികയാണ് ഈ ഒരു കേസിൻ്റെ പുറത്ത്. ആ ഒരു സമയത്ത് പോലീസുകാർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ബ്രദർ അവർക്ക് റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അഭിഷേകിനെ ആ ഒരു സമയത്തെ തന്നെ കണ്ടുപിടിക്കായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. എന്നാൽ അതിനുശേഷം പിന്നെ ചില റൂമേഴ്സ് വന്നു. ഈ അഭിഷേകിൻ്റെ ഫാമിലി അത്യാവശ്യം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. അവർ പോലീസിന് നല്ല രീതിയിൽ പൈസ ഒക്കെ കൊടുത്തു നൈസായിട്ട് ഈ ഒരു കേസ് ഒതുക്കാനായിട്ട് ശ്രമിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള റൂമേഴ്സും വരികയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസ് ഇപ്പോഴും എങ്ങോട്ടും എത്തിയിട്ടില്ല. 24 വയസ്സ് മാത്രം പ്രായമുള്ള കാൺപൂരുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ പേരും കാര്യങ്ങളൊക്കെ വേറെയാണോ, കാരണം ഇവരുടെ പേരും കാര്യങ്ങളും കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും പോലീസോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയ ഒന്നും തന്നെ പുറത്ത് വിട്ടിട്ടില്ല. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം ക്രൂരത ചെയ്ത അയാൾക്ക് എങ്ങനെയുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്താണ് നിങ്ങളുടെ തോട്ട്സ്? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. Peace. Stay peaceful, guys. Stay safe.